ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആഡംബര കാറുകളുടെ കള്ളക്കടത്ത് കണ്ടെത്തി ഓപ്പറേഷൻ നുംഖൂർ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഭൂട്ടാനിലെയും രാജ്യത്തെയും ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ യോഗം മൂന്നാർ വൈബ് റിസോർട്ടിൽ പുരോഗമിക്കുന്നു. യോഗത്തിൽ ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ച കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് 15,000-ലധികം വാഹനങ്ങൾ കടത്തി എന്നാണ് ഒരു വിവരം. ഭൂട്ടാനിലെ കസ്റ്റംസ് കമ്മീഷണർ ഉൾപ്പെടെ 10 പേരാണ് ഇന്നലെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തിയത്. രാജ്യത്തെ ഉന്നതരായ 15 കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഭൂട്ടാനിലെ 10 കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട യോഗം 4 ദിവസം നീണ്ടു നിൽക്കും. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വാഹന കള്ളക്കടത്ത് തടയുക എന്നതാണ് യോഗത്തിന്റെ ലക്ഷ്യം. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നിന്ന് പുറത്തു വരുന്നതാവട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങളും. കള്ളക്കടത്ത് സംഘം രാജ്യത്തേക്ക് കടത്തിയിരിക്കുന്നത് 15,000-ലധികം വാഹനങ്ങളാണെന്നാണ് കണ്ടെത്തൽ. രാജ്യത്ത് നടന്നിരിക്കുന്നത് കോടികളുടെ നികുതി വെട്ടിപ്പാണ്. കാറുകൾക്ക് പുറമെ സൂപ്പർ ബൈക്കുകളും ചെറുകിട വാഹനങ്ങളും കടത്തിയവയിൽപ്പെടും. ഇങ്ങനെ കടത്തുന്ന വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ്. അസമിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 450 വാഹനങ്ങൾ. കള്ളക്കടത്ത് സംഘം കേരളത്തിലേക്ക് എത്തിച്ചതാവട്ടെ 50-ലധികം വാഹനങ്ങളും. സിനിമാ താരങ്ങളും ഉന്നത വ്യവസായികളും അടക്കം നിരവധി പേർ ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ നുംഖൂറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഭൂട്ടാനിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും രാജ്യത്തെ 15 ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥരും 4 ദിവസമാണ് മൂന്നാറിൽ യോഗം ചേരുന്നത്. ഈ യോഗത്തിനൊടുവിൽ രാജ്യത്തേക്കുള്ള വാഹന കള്ളക്കടത്ത് പൂർണ്ണമായും തടയാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പ് അത് കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.